പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ആരാണ്? പരിശുദ്ധ അമ്മ ആരാണ്? പരിശുദ്ധ അമ്മ ദൈവമാണോ? ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഒരുപാട് രൂപങ്ങളാണ്. ഇന്ന് മരിയൻ ഫ്രൈഡേ ആണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഇന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലെ പിതാക്കന്മാർ ചോദിച്ച അതേ ചോദ്യം ചോദിക്കുകയാണ്, പരിശുദ്ധ അമ്മ ദൈവമാണോ? ദൈവമാണെന്ന് ആരെങ്കിലും കരുതിയാൽ അത് ദൈവദൂഷണമാണ്, അതൊന്നാം പ്രമാണ ലംഘനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ, ഒരു ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി പറഞ്ഞേ, ഒരു പിശാച് വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, കടങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, കലഹങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, പിശാചുകൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, അലർജി രോഗം വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ, അന്ധകാര ശക്തികൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പിന്നെ ആരാണ് പരിശുദ്ധ അമ്മ? സഭാപിതാക്കന്മാര് പഠിപ്പിക്കുകയാണ്, മക്കളെ, മനുഷ്യ സൃഷ്ടികളിൽ വെച്ച്, അതായത് എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. നമ്മളെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. പിന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താണ്? ഈ മനുഷ്യ സൃഷ്ടികളിൽ വെച്ച് ദൈവത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയ മഹോന്നത സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. അതാ എന്നെ നിങ്ങളെയും പോലെ ഒരു മനുഷ്യ സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. പക്ഷെ പരിശുദ്ധ അമ്മയെ നമ്മളിങ്ങനെ വണങ്ങാൻ കാരണം, ഈ മനുഷ്യ സൃഷ്ടികളിൽ വെച്ച് ദൈവത്തെ, സ്വർഗത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയ മഹോന്നത സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. ഒരാവേ മരിയ പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ, ആ കരം തലയിൽ വെച്ച് പറഞ്ഞേ, നമ്മുടെ വീടിന്റെ 4 അതിരുകൾ സമർപ്പിച്ച് പറഞ്ഞേ, ആ 4 അതിരുകളിൽ ഒന്ന് കുരിശു വരച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ദൈവമേ ആരാധന, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കാരണന്മാര് അമ്മേ എന്ന് വിളിച്ച്, അമ്മയെ ഓർക്കാത്ത, അമ്മയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇല്ല മക്കളെ. അമ്മേ എന്ന് വിളിക്കാനും അമ്മയോട് ചേർന്ന് നിൽക്കാനും നമുക്ക് ഒരേ ഒരു അമ്മയാണുള്ളത്. അത് പരിശുദ്ധ കന്യകാമറിയമ്മ. പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുനാളില് വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അമ്മ 2ാം ക്ലാസ്സുകാരെത്തി, എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്ത എൻ്റെ അമ്മ, പട്ടാളക്കാരനായ അപ്പൻ ദൂരെയാണ്. രാത്രിയിൽ അമ്മയെ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മ പാടുമായിരുന്നു, പച്ച നിറത്തിലെ നക്ഷത്രപ്പൊട്ടുള്ള കൊച്ചുടുപ്പൊന്നു നീ തന്നിടണം, മെച്ചമല്ലെങ്കിലും മോടിയില്ലെങ്കിലും തയ്ച്ചുടുക്കാമേ തായ്മരിയെ. നമ്മുടെ കാരണന്മാരുടെ സാധാരണക്കാരായ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ സങ്കട സമയത്ത് ആകുലപ്പെടുമ്പോൾ അവർക്ക് വിളിക്കാനുള്ളൊരു പേരാണ് അമ്മേ എന്ന് അവർ വിളിക്കും മക്കളെ. പറഞ്ഞേ ആവേ മരിയ. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മയ്ക്ക് 3 പ്രത്യേകതകളാണുള്ളത്. ഇത് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നതാ. ഒന്ന്, പരിശുദ്ധ അമ്മ തനിക്ക് ലഭിച്ച ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല
ഒരാവേ മരിയ പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ, ആ അഭിഷേകത്തോടെ പറഞ്ഞേ. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് വയനാട്ടിലെ മക്കിയാട് വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടെ മുഖ്യ കാർമ്മികനായി ബലി അർപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു. മക്കളെ, ബെനഡിക്റ്റൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രസാദ വരമുള്ളത്. ബ്ലെസ്സഡ് ബെനഡിക്റ്റ് പുണ്യവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ പഠന ഡോക്ടറേറ്റിൻ്റെ സമയത്ത് ഭൂതോച്ചാടന വിഷയത്തെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പലതവണ വിശുദ്ധ ബെനഡിക്റ്റിനെ അടക്കം ചെയ്ത സ്ഥലത്ത് പോയി കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ബെനഡിക്റ്റിൽ നിറഞ്ഞ ആ പ്രസാദവരം എനിക്ക് നൽക, അല്പമെങ്കിലും എനിക്ക് നൽകണമേ. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അവൾക്ക് ലഭിച്ച പ്രസാദവരം, അവൾക്ക് ലഭിച്ച ദൈവകൃപ അവൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഗാഗുൽത്തായിലെ ഈ അത്ഭുത ധ്യാന കേന്ദ്ര ഹാളിലിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച്, മാതാവിനെ കുറിച്ച്, മാതാവിൻ്റെ ഫ്രൈഡേ ആചരിക്കുമ്പോൾ, മാതാവിൻ്റെ വെള്ളിയാഴ്ച ഞാൻ വിശുദ്ധ കുരിശിനെ കുറിച്ചൊക്കെ പറയാം. ഗാഗുൽത്തയാണല്ലോ, അപ്പം കുരിശിനെ കുറിച്ചൊക്കെ പറയാമെന്നോർത്തൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോഴാണ് കണ്ടത് ഇതൊരു മരിയൻ ഫ്രൈഡേ ആണ്. എങ്കിലും നമ്മൾ കുരിശിലേക്ക് പോകും മക്കളെ. അപ്പം മരിയൻ ഫ്രൈഡേ വരുമ്പോൾ മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകുവാനെന്നുള്ള പ്രത്യേകമായ അഭിഷേകം. അപ്പം നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് പരിശുദ്ധ അമ്മ തനിക്ക് ലഭിച്ച ദൈവവിളിയുടെ, തനിക്ക് ലഭിച്ച പ്രസാദവരത്തിൻ്റെ, തനിക്ക് ലഭിച്ച ദൈവിക വരങ്ങള് അവള് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. അപ്പം നാം ഇന്ന് ധ്യാനിക്കണം, എനിക്ക് മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ എനിക്ക് ലഭിച്ച ദൈവവിളി, എനിക്ക് ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ തപസ് കാലത്ത് പ്രിയപ്പെട്ട മക്കളെ, ഈ ഗാഗുൽത്തായിൽ വന്ന് കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്കി കുത്തു തുറന്ന് രക്തവും വെള്ളവും ഒഴുകിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിലിരുന്ന് മരിയൻ ഫ്രൈഡേ ആചരിക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കണം, പരിശുദ്ധ അമ്മ തനിക്ക് ലഭിച്ച ദൈവകൃപ അവൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ എനിക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പറഞ്ഞേ ആവേ മരിയ. പ്രിയപ്പെട്ട മക്കള്, രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൾ തൻ്റെ ജീവിതത്തില് ഒരിക്കലും സാത്താന് ഇടം കൊടുത്തില്ല. ഒരാവേ മരിയ പറഞ്ഞേ. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തില് പിശാചിന്, തിന്മയ്ക്ക്, സാത്താന് ഒരിക്കലും അവസരം കൊടുത്തില്ല. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, നോൺ ദാത്തെ സ്പാസിയ പെരൽ ദിയാവളു, നിങ്ങൾ സാത്താന് ഇടം കൊടുക്കല്ലേ മക്കളെ, നിങ്ങൾ പിശാചിന് അവസരം കൊടുക്കല്ലേ. അവൻ നുണയനാണ്, അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. അവൻ പതുക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിമുറുക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ കോളിലൂടെ ആവാം, ഒരു ഗ്ലാസ് ബിയറിലൂടെ ആകാം, ഒരു ചെറിയ തെറ്റായ ബന്ധങ്ങളിലൂടെ ആകാം സാത്താൻ നിങ്ങളുടെ വീട്ടില് പിടിമുറുക്കുന്നത്. പതുക്കെ അവൻ പിടിമുറുക്കി കഴിഞ്ഞാൽ മക്കള് ഏറ്റവും അവസാനം കുറച്ച് സുഖങ്ങള് അവൻ ആദ്യമൊക്കെ തരും. ചെറിയ ഫോണൊക്കെ വിളിക്കുമ്പോൾ ചെറിയ സുഖങ്ങളൊക്കെ കിട്ടും, ഒരു കൊച്ചൊരു ബിയറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സുഖമൊക്കെ കിട്ടും. പക്ഷെ പിന്നെ അവൻ നിങ്ങളുടെ കാല് പിടിച്ച് നിലത്തിട്ടടിക്കും മക്കളെ, നിലത്തിട്ടടിക്കും. അതുകൊണ്ട് തുടക്കത്തില് സാത്താനെ പ്രതിരോധിക്കണം, പ്രലോഭനങ്ങളെ പ്രതിരോധിക്കണം. സാത്താന് നിങ്ങളുടെ ജീവിതത്തില് ഒരിക്കലും ഇടം കൊടുക്കല്ലേ മക്കളെ. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തില് ഒരിക്കലും പിശാചിന് ഇടം കൊടുത്തില്ല.
എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ. ഇന്ന് എന്നെ അറിയുന്നവർക്കറിയാം, അച്ഛൻ ആ ഒരു ശുശ്രൂഷയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ 10,000-ഓളം പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതിൻ്റെ ഓൺലൈൻ ശുശ്രൂഷയിൽ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഗാഗുൽത്തായില് ഇന്ന് അച്ഛൻ വചനം പറയുമ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നിവിടെ ബന്ധനം അഴിക്കണം ഈശോയേ എന്ന് ഒറ്റ വിളിച്ച മക്കളെ റപ്പ 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 ഒരിക്കൽ കൂടെ വിളിച്ച് ഈശോയേ ഓ സാങ്ക്വേ ദാക്വേ സ്കത്തുറീഷദൽ കോറദ് ജസു come sorgente della misericordia per noi, confidiamo in te Gesù, vieni Spirito Santo, Santissima Trinità, Vergine Immacolata, angeli, arcangeli e santi del paradiso, scendete su di questo popolo, fondici Signore, plasmaci Signore, riempici Signore, usaci Signore, caccia via da loro le forze del male, annientale, distruggele, perché questo popolo possano stare bene, ഓപ്പറാറെ ബേനെ. ഈശോയെ അത്ഭുതം നടക്കട്ടെ മക്കളെ, അത്ഭുതം നടക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാല് നിന്റെ കടങ്ങളുടെ മേൽ കർത്താവിന് ഇടപെടും. നിന്റെ മകളുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ കർത്താവ് ഇടപെടും. നിന്റെ കുഞ്ഞുങ്ങളുടെ അലർജി രോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടും. പഠന വൈകല്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെടും. സ്വഭാവ വൈകല്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെടും. നിന്റെ വീട്ടിലെ കലഹത്തിന്റെ ദുരാത്മാവിനെ, വെറുപ്പിന്റെ പകയുടെ വിദേശത്തിന്റെ ദുരാത്മാവിനെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും ആ പവറുള്ളതാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവായ ഈശോ. ആ ഈശോയുടെ നാമത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. 10,000-ങ്ങളാണ് ഈ 2-3 ദിവസങ്ങളായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ 10,000-ഓളം പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒരു പള്ളിയിൽ കൊച്ചച്ഛനാണ്. അച്ഛനായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഈ മാർച്ച് 28-ാം തീയതി എൻ്റെ പട്ടത്തിൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പം ഞാനിങ്ങനെ അച്ഛനായി ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ. ഒരു മാതാവിൻ്റെ പള്ളിയിലാണ്. അപ്പം മാതാവിനോട് ഭയങ്കര ഭക്തിയാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയായിരുന്നു. അമ്മ ഇങ്ങനെ പാടും, മാതാവേ മനഗുണമേ മനഗുണം ചെയ്യൻ്റമ്മേ, ഗതികെട്ട പൈതങ്ങൾക്ക് വരം തരേണേ. ഒരു സാധാരണ നിഷ്കളങ്കിയായ എഴുത്തും വായന അറിയാത്തൊരമ്മയാണ് എൻ്റെ അമ്മ. അപ്പോൾ പക്ഷെ ആ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പം ഞങ്ങൾ വൈദികർക്കും ഇവിടെ സന്യസ്തരുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ മതി. പരിശുദ്ധ അമ്മയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബന്ധം. ഇപ്പോൾ വൈദികനായപ്പോൾ എനിക്ക് മാതാവിൻ്റെ പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ നടയിലിരുന്ന് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഞാനൊന്ന് കുർബാന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ നടയിലിരുന്ന് ഇങ്ങനെ മാതാവേ, ഇപ്പം എൻ്റെ അമ്മയെ പഠിപ്പിച്ചു തന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാട്ടുകളുണ്ട്. പുകഴ്ത്തി നല്ലൊരമ്മയെ നമിച്ചിടട്ടെ മോദം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ. അപ്പം ഞാനിങ്ങനെ ഇപ്പോഴും എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥനകളും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളാണ്. അപ്പം ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ, പുണ്യ DSS സഭയിൽപ്പെട്ട സിസ്റ്ററാണ്. സിസ്റ്റർ വന്ന് പറഞ്ഞു, അച്ഛാ നമുക്ക് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാലോ? അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എപ്പോൾ പോയി നോക്കിയാൽ മതി സിസ്റ്ററെ. അപ്പോൾ അച്ഛനായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ചാടി എഴുന്നേറ്റ്, ഇത് വയനാട്ടിലൊരു പള്ളിയിലാണ്. അപ്പം ഞാനിങ്ങനെ ആ സിസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു മലയുടെയൊക്കെ താഴ്വാര വയലൊക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ വയലിൻ്റെ, ഇപ്പോൾ വയലൊക്കെ പോയി, ഇപ്പോൾ അവിടെ റോഡായി. അപ്പോൾ ഇപ്പോൾ റോഡാണ്. അന്ന് വയലിൻ്റെ ആ നടുക്കൂടി ഇങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
വയലിൻ്റെ ഒത്ത നടുക്ക് വന്നപ്പോഴത്തേക്കും ഈ സിസ്റ്റർ പുണ്യ അവിടെ നിന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മഴക്കാലഘട്ടമാണ്, ജൂലൈ മാസമൊക്കെയാണ്. അപ്പം സിസ്റ്റർ അവിടെ നിന്നിട്ട് എന്നെ വിളിച്ചു, അച്ഛാ. അപ്പം ഞാൻ ആ സിസ്റ്ററെ 2 മാസമേ ആയിട്ടുള്ളൂ. ഈ സിസ്റ്ററിന് 10-65 വയസ്സുണ്ടാവും. അച്ഛാ, നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അതെ. അച്ഛാ, നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, നമ്മൾ പിശാചിനെ ഒഴിപ്പിക്കാനാണ് പോകുന്നത്. ഞാൻ നല്ല വയലൊക്കെ കണ്ട് ആടിപ്പാടി പോയ ഞാൻ, ഈ സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്താ പറഞ്ഞ്? സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ നമ്മളൊരു പിശാചിനെ ബഹിഷ്കരിക്കാൻ പോവുക. ഞാൻ പറഞ്ഞു, സിസ്റ്റർ പുണ്യ അങ്ങോട്ട് നടന്നുണ്ട്, തിരിച്ച് നടന്നുണ്ട്. സിസ്റ്ററിനെ പിടിച്ച് വലിച്ച് ഞാൻ പുറകോട്ട് കിടക്കാൻ പോകുക. സിസ്റ്ററാണ് ചങ്ങനാശ്ശേരിക്കാരത്തിയാണ്. ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ ഞാൻ ഒരിക്കൽ ധ്യാനിപ്പിക്കണ സമയത്ത് സിസ്റ്ററിൻ്റെ വീട്ടുകാരെല്ലാം അവിടെ എന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, അച്ഛനിങ്ങോട്ട് വന്നിട്ടേ അച്ഛൻ എന്നെ പിടിച്ച് ഒറ്റ വലിച്ചങ്ങോട്ട് നടക്കുക. ഞാനിങ്ങനെ ഓർത്ത്, കർത്താവ് പിശാചിനെ ബഹിഷ്കരിക്കാൻ. സെമിനാറിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ റാൽഫ് അച്ഛൻ ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇങ്ങനെ പിശാച് ബാധയുള്ള ഒരാൾ ഇങ്ങനെ അലറുന്നുണ്ട്, അവൻ വീട്ടിൽ പോകുന്നില്ല, അവൻ ശവകുടീരങ്ങളുടെ ഇടയിലാണ്, അവനെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവൻ ഇത്തരത്തിൽ പെരുമാറുന്നത് അവനെ ബാധിച്ച സാത്താനാണെന്ന് കണ്ട് ഈശോ അവനോട് പറഞ്ഞു, സ്പിരിറ്റോ ഇംപൂറോ, അശുദ്ധാത്മാവേ, താച്ചി യേശി ദോമോ, ഈ മകനിൽ നിന്ന് വിട്ടുപോ. പ്രിയപ്പെട്ട മക്കളെ, ആ വചനം കാണുന്നുണ്ട്. അയാളെ ഉന്തി താഴെയിട്ട് സാത്താൻ വിട്ടുമാറുന്നത്. നമ്മളിങ്ങനെ റാൽഫച്ചൻ, ഞങ്ങളുടെ റാൽഫച്ചനാണ് ബൈബിള് പഠിപ്പിച്ചത്. റാൽഫച്ചൻ പഠിപ്പിച്ചപ്പോഴും അന്ന് ഈശോ അത് ചെയ്തല്ലേ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് സങ്കല്പിച്ച കാര്യമാണ്. ഈ അച്ഛനായി കഴിയുമ്പോൾ ഈശോ ചെയ്ത അതേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരുമെന്ന് സെമിനാരി പഠിക്കുന്ന സമയത്തോ പട്ടം കിട്ടിയ സമയത്തോ ഞാൻ ചിന്തിച്ചു പോലും ഇരുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. സൗണ്ടുകാരൻ ഒരല്പം കൂടി ഫീഡ്ബാക്ക് ഉയർത്തി തരാൻ പറയണേ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വിളിച്ച ഈശോയേ, ഈശോയേ. എന്നിട്ട് ഈ സിസ്റ്റർ എന്നെ പിടിച്ച് വലിച്ചോണ്ട് ഒറ്റ നടപ്പാ. ഞാനാണ് ഇങ്ങനെ കൊല്ലാൻ കൊണ്ട്, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഞാൻ ഈ കഴിഞ്ഞ ബെനഡിക്റ്റ് പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഞാൻ റോമിലുണ്ടായിരുന്നത്. ഗബ്രിയേൽ ആമോട്ടച്ചൻ എന്ന ഭൂതോച്ചാടകനായ വൈദികൻ്റെ കൂടെയും കുറച്ച് നാൾ ശുശ്രൂഷ, അദ്ദേഹം നടത്തുന്ന ശുശ്രൂഷ കാണാനും അത് പഠിക്കാനും വേണ്ടി പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോ രോഗികളെ സുഖപ്പെടുത്തി. By the same power of the Holy Spirit, ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഈശോ രോഗികളെ സുഖപ്പെടുത്തി. ചെകിടന് കേൾവി ശക്തി, കുരുടന് കാഴ്ചശക്തി, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു. ബെനഡിക്റ്റ് പാപ്പ പറയുക, by the same power of the Holy Spirit, the Holy Catholic Church continue the same mission of Jesus. അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കത്തോലിക്ക സഭ ഈശോ ചെയ്ത അതേ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ എൻ്റെ ഡോക്ടറേറ്റിൻ്റെ സമയത്താണ് പഠിച്ചത്. അന്ന് കൊച്ചച്ഛനായിരിക്കുമ്പോൾ ഈ കാര്യം എനിക്കറിയില്ല. ഈ സിസ്റ്റർ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. ഞാൻ നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ ചരിവിലാണ് ആ വീട്. അവിടെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ സർവ്വ ഞാടി ഞരമ്പുകൾ തളർന്നു പോയി.
കാരണം ഒരു സിനിമയ്ക്കുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു 19 പേര്. ഇതാ പള്ളിയിൽ നിന്ന് അച്ഛൻ വരുന്ന്, കുറേ അക്രൈസ്തവ സഹോദരങ്ങളുള്ള സ്ഥലമാണ്. ഇതാ പള്ളിയിൽ നിന്ന് ഇത് അച്ഛൻ വരുന്ന് പിശാചിനെ ഒഴിപ്പിക്കാൻ. ഞാനാണെങ്കിൽ അച്ഛനായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഈ ചേട്ടന്മാരെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഓർത്തേക്കല്ലേ ചേട്ടാ, സ്തുതിയൊക്കെ വളരെയധികം വിനയപ്പെട്ട്, കാരണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആൾക്കാരോടൊക്കെ ഭയങ്കര സ്നേഹിച്ച് ഞാൻ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും ഒരു 10-21 വയസ്സ് പ്രായമുള്ള ഒരു പെങ്കൊച്ച. എന്നെ കണ്ടപാടെ ഒറ്റ അലർച്ച. പാതിരി എന്തിന് വന്നു? ഒരു യുവവൈദികൻ, അന്ന് യുവവൈദികനായിരുന്ന ഒരാളുടെ പൗരോഹിത്യത്തെ മാറ്റിമറിച്ച, അല്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ മാറ്റിമറിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുന്ന. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ഈ പെണ്ണ് പാതിരി എന്തിന് വന്നു? ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചാടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവള് പറയുന്ന തെറിക്ക്, ഈ പിശാച് ബാധ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മുട്ടൻ തെറിയാ പറയുക. നമ്മുടെ വീട്ടിൽ നമുക്കറിയാം ഭയങ്കര തെറി. ഞാനാണെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാണ് സെമിനാരിൽ ചേർന്നത്. ഒരുമാതിരപ്പെട്ട തെറിയൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനേക്കാൾ വെല്ലുന്ന തെറിയാണ് ഈ പെങ്കൊച്ച്. പിന്നെ അടിക്കാൻ വരുന്നു, തുപ്പാൻ വരുന്നു, അവിടെ ആ രൂക്ഷമായ നോട്ടങ്ങൾ. ഇപ്പം എനിക്കതൊക്കെ പരിചിതമാണ്. അതേപോലെ 100 കണക്കിന് ഓരോ മാസങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ അച്ഛൻ കാണാറുണ്ട്. പക്ഷെ അന്ന് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. എൻ്റെ ഈശോ, അവസാനം ചേട്ടമ്മ ഇവളിങ്ങനെ അടിക്കാൻ വരുന്നു, ഇവള് തുപ്പുന്നു, ഇവള് ബഹളം ഉണ്ടാക്കുന്നു. അവളുടെ കൈകളൊക്കെ അവർ കട്ടിലയിൽ കെട്ടിയിട്ട് ഒരു കുഞ്ഞു വീടാണ്. ഞാൻ സിസ്റ്ററും മാത്രമായി. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ ആൾക്കാരെയൊക്കെ പുറത്ത്. കാരണം സിസ്റ്റർ പറഞ്ഞു, അച്ഛ പ്രാർത്ഥിക്കച്ച. എൻ്റെ തൊണ്ടയിൽ നിന്ന് വെള്ളം വരുന്നില്ല, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കാണ് സിസ്റ്ററിനോടുണ്ടായ ദേഷ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അന്ന് സിസ്റ്ററെ കിട്ടിയിരുന്നെങ്കിലും പിടിച്ച് പറിച്ച് വലിച്ച് വായിലിട്ട് ചവച്ച് തുപ്പി അവിടുത്തെ കാപ്പിത്തോട്ടത്തിൽ കൊണ്ട് ഒറ്റ തുപ്പങ്ങോട്ട് കൊടുക്കുമായിരുന്നു. അത്ര കലിപ്പുണ്ടായിരുന്നു. ഞാൻ സിസ്റ്റർ പ്രാർത്ഥിക്കും. എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കുരിശ് കൊണ്ടുപോയി. ഇന്ന് എൻ്റെ അടുത്ത് ഈ ബെനഡിക്റ്റൻ കുരിശുണ്ട്. എൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റൻ ഫാദർ ജനറൽ സമ്മാനമായിട്ട് നൽകിയതാണ്. അന്നൊരു കുരിശ്, ഒരു പ്രാർത്ഥന പുസ്തകം പോലും ഇല്ലാത്ത 2-3 മാസം മാത്രം കഴിഞ്ഞ ഒരു യുവവൈദികൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയണേ. ഞാനിങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിക്ക്. സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കച്ച. എനിക്കാണ് തൊണ്ടയിൽ നിന്ന് വെള്ളവും വരുന്നില്ല. അവസാനം എങ്ങനെയോ ഞാൻ പറഞ്ഞ്, സിസ്റ്ററെ ഈ വാതിലും ജനലൊക്കെ ഒന്ന് ആൾക്കാരെയൊക്കെ പുറത്താക്കാൻ പറഞ്ഞു. ജൈറൂസിൻ്റെ വീട്ടിൽ ഈശോ പ്രവർത്തിച്ചൊരു ഫോർമുലയാണെന്ന് പിന്നീട് ഇത് ഞാൻ സാക്ഷ്യം പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈശോ വചനത്തിൽ കാണുന്നുണ്ട്, ബൈബിളിൽ കാണുന്നുണ്ട്. ജൈറൂസിൻ്റെ വീട്ടിൽ ഇപ്രകാരമാണ് ഈശോ പ്രവർത്തിച്ചത്. എല്ലാവരും പിടിച്ച് പുറത്താക്കി വാതിലടച്ച്. ഞാൻ സംസാരിച്ചു തുടങ്ങിയെന്ന് കണ്ടപ്പോഴത്തേക്ക് ആ ചങ്ങനാശ്ശേരിക്കാരത്തെ സിസ്റ്റർ, പുണ്യ DS ദീനസേവന സഭയിൽപ്പെട്ട ആ സിസ്റ്റർ, അവർ സാരിയാണ് കൊടുക്കുന്നത്. സാരിയൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി എല്ലാവരും പുറത്താക്കി വാതിലൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ആ പെൺകുട്ടിയും മാത്രമായിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ 3 പേരാണ്, ഈ സിസ്റ്ററും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവളിങ്ങനെ എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കൈവശം ഇന്ന് അച്ഛൻ്റെ അടുത്ത് ഭൂതോച്ചാടന പ്രാർത്ഥനകൾ, ലിയോ 13 പാപ്പയുടെ പ്രാർത്ഥനകൾ, ഭൂതോച്ചാടനത്തെക്കുറിച്ചുള്ള പുസ്തകം വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്നെനിക്ക് ഏത് പ്രാർത്ഥന വേണമെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. എൻ്റെ മെത്രാൻ എനിക്കതിന് അനുവാദവും തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അന്നെൻ്റെ കൈവശമുള്ള ഒരേ ഒരു ഫോർമുല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവളെ ബാധിച്ച ബാധ വിട്ടുമാറട്ടെ. ഇന്ന് ഞാൻ ഇച്ചിരി സ്വരം ഉയർത്തിയാ പറയുന്നത്. അന്ന് അത്രയും പോലും സ്വരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു തിരുവചനത്തിന്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശടയാളം വരച്ചപ്പോൾ ഇവളെ ടപ്പോന്നും പറഞ്ഞ് മറിഞ്ഞു വീഴുക. ഇവളെ തല പോയിട്ട് ആ കട്ടിലയിൽ അടിച്ചു കൊള്ളുക. അവള് കുറച്ചു നേരം അബോധാവസ്ഥയിലായി. ഞാൻ ഭയപ്പെട്ടു പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്.
ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ അവിടെ ഇരുന്ന വെള്ളമെടുത്ത് അവളുടെ തലയിൽ അവളുടെ മുഖത്ത് തളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണെ അവൾ ദൈവമേ തല അവിടെ അടിച്ചിട്ടുണ്ട്, ഇനി അവൾ തെറിയും, അവൾ പറയാൻ പോണ തെറിയും, അവൾ അടിക്കാൻ വരുമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര് സിസ്റ്റർ അവളുടെ കെട്ടൊക്കെ അഴിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പൗരോഹിത്യത്തിന് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും തിന്മകളെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും കഴിവുണ്ട് എന്ന് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ആ നിമിഷം കണ്ട്. മക്കളെ, കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിക്കേ. അങ്ങോട്ട് കയറിയത് പേടിച്ച് വിറച്ച് കയറിയ ആള്, ഞാനിങ്ങനെ വാ തുറന്ന് നിൽക്കുക. ഇവള് പതുക്കെ എഴുന്നേറ്റ് എന്നെ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇവളെ എന്നെ തല്ലുമല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ ഇവൾ എഴുന്നേറ്റിട്ട് എന്നോട് പറയാം, അച്ഛാ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ വാ വിളിച്ച്, ഇവിടെ പൊട്ടന് ലോട്ടറി അടിച്ചോ? ഞാനിങ്ങനെ വാ വിളിച്ച് നിൽക്കുക. ഓക്കെ, പൊട്ടന് ലോട്ടറി അടിച്ചോ? ആ, എന്നിട്ട് അങ്ങോട്ട് കയറിയത്, ചേട്ടാ ഒന്ന് ഓർത്തേക്കല്ലേ, ഞാൻ ആദ്യമായിട്ടാണിത്, ഞാൻ ഈ സിസ്റ്റർ എന്നെ പറ്റിച്ച് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറിയ ഞാൻ പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയത് കയ്യും തലയൊക്കെ ഉയർത്തി നെഞ്ചൊക്കെ വിരിച്ച്. എനിക്ക് തന്നെ അറിയില്ല ശരിക്കും പൊട്ടന് ആ സമയത്ത് ലോട്ടറി അടിച്ചതാണ്. എങ്കിലും ഞാനിങ്ങനെ, ഇവളാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഇങ്ങനെ പിന്നാലെ വരിക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഗാഗുൽത്തായിലെ ഈ ധ്യാന കേന്ദ്രത്തില് കർത്താവിന്റെ തിരുരക്തം കൊണ്ട്, കർത്താവിന്റെ തിരുശരീരം കൊണ്ട് എൻ്റെ മകനെ മകളെ നീ ഇന്ന് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ നീ ഉറപ്പിച്ച് വിശ്വസിച്ചോ, നിന്റെ കുടുംബത്തെ ബാധിച്ച ബാധകളും തിന്മകളും രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇന്ന് വിട്ടുമാറുമെന്ന് വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, ശബ്ദമുയർത്തി പറഞ്ഞോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തില് സാത്താന് ഒരിക്കലും ഇടം കൊടുത്തില്ല. കാരണം അവൻ വരുന്നത് കൊല്ലാനാണ്, അവൻ വരുന്നത് തകർക്കാനാണ്. ഒരു ദിവസം ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. അവിടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പള്ളി വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾ വയനാട്ടിലല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ആ മലബാറിൽ എല്ലാ ആൾക്കാരും വരും, അല്ലെങ്കിൽ 10-20 ലക്ഷം പേര് അവിടെ എങ്ങനെ വരാനാണ്? അവിടെ ഗവൺമെൻറ്റും പള്ളിയും കൂടി ചേർന്ന് പെരുന്നാൾ നടത്തുന്ന കേരളത്തിലെ ഏക പള്ളി. ഒരു മലയാറ്റൂര് ചിലപ്പോൾ ഉണ്ടാകും. ഇത്രയും വലിയ 500 പോലീസുകാരാണ് വാളണ്ടിയർമാരായിട്ട് അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ വരുന്ന പറഞ്ഞേ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ സാത്താൻ ഒരിക്കലും ഇടം കൊടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം ഒരു ചേട്ടൻ ആ പള്ളിയിൽ, ഞാനിങ്ങനെ അവിടെ അവർ വരുമ്പോൾ ചില തീർത്ഥാടകർ വന്ന് അച്ഛന്മാരെയും കാണാറുണ്ട്. ഇദ്ദേഹം സാധാരണ 100 കണക്കിന് ആൾക്കാർ വരും. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിലധികമാകും. കാരണം ഒരുപാട് മക്കൾ വരുന്നത് ഈ ഡെലിവറൻസിൻ്റെ, വിമോചനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം നിങ്ങളിവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി പറയുകയല്ല. കാരണം ഇത് തന്നെ വലിയ അഭിഷേകമുള്ള, നിങ്ങൾ ഓർക്കും അയ്യോ അച്ഛൻ അവിടത്തെക്കുറിച്ച് പറയുന്ന. കാരണം ഇത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന കാര്യം പറയാം. പിന്നെ പള്ളിപ്പെരുന്നാളിന് നിങ്ങളെല്ലാവരും വരിക. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന്, ഞാൻ സാധാരണ കർത്താവ് ഈശോയെ, ഇദ്ദേഹത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ അടിമപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തെ ഇന്ന് മുതൽ ഈ മകൻ പരിശുദ്ധ അമ്മയുടെ ദാസനാണ്. അമ്മേ മാതാവേ, ഈ ദാസൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മൾ അടിമ വെക്കുന്ന ശുശ്രൂഷ ചെയ്യാം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സാത്താൻ അയാളുടെ തലയുടെ മുകളിൽ ഇരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, ദൈവം ഇത് പറയണോ വേണ്ടയോ? ഞാൻ ഒരു കാലിക്കറ്റ് ടൗണിൽ ഞാൻ വികാരിയായിട്ടിരിക്കുന്ന പള്ളിയിൽ ഞാൻ തന്നെ ഒരു കൺവെൻഷൻ നടത്തി, മരിയം കൺവെൻഷൻ. പരിശുദ്ധ അമ്മയുടെ മരിയം കൺവെൻഷൻ്റെ സമയത്ത് ആ കൺവെൻഷൻ്റെ അവസാനം ഗ്രൗണ്ടും പരിസരമൊക്കെ നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ ഒരു ദിവസം, ആ ലാസ്റ്റ് ദിവസം ഞാനിങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഈശോ
ഈശോയെ സഹായിച്ചേക്കണേ, ഈശോ ഈശോയെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു മെൽവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വരിക. ഈ മെൽവിനും ഭാര്യയും വരാൻ കാരണം എന്താണെന്നറിയാം? ഈ മെൽവിൻ 2 ആഴ്ച മുൻപ് മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ കിടക്കുക. ഇവർ കൊങ്ങിണി ക്രിസ്ത്യാനികളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിവിയാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പ്ലീസ്, ഇവർ 2 പേരും മെഡിക്കൽ കോളേജിൽ ജോലിയുള്ള ആൾക്കാരാണ്, അച്ഛൻ ഒന്ന് വരുമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഇടവക്കാരായതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഈ തണുത്ത് മരവിച്ച് കിടക്കുന്ന മെൽവിന മരിച്ചുവെന്ന് ഡോക്ടർ, കാരണം അവിടെ തന്നെ ജോലിയുള്ളതാണ് മെൽവിന്. അപ്പം മെഡിക്കൽ കോളേജിലെല്ലാം ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഡോക്ടർമാർ പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഞാനും ചെല്ലുമ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ ഐസ് പിടിച്ച് കിടക്കുക. മക്കൾ, ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട്, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. വേറെ ഒരു മന്ത്രവും എൻ്റെ കൈവശം. എനിക്ക് ആ മന്ത്രം പറഞ്ഞു തന്നത് നമ്മുടെ ജോർജ് കളത്തിലച്ചനാണ്. നമ്മുടെ കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു കാലത്ത് ചെയർമാനായിരുന്ന ആ ജോർജ് കളത്തിലച്ചനാണ് ഞാൻ ആദ്യത്തെ ധ്യാനം കൂടിയ സമയത്ത് അവിടെ ധ്യാനത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഈശോ ഈശോയേ ഈശോയേ ഈശോയേ. ഇന്നും എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അത്. ഈശോ. ഒരിക്കൽ മിംസ് ആശുപത്രിയിൽ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ ആങ്ങള അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന സമയത്ത് ഇതേപോലെ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കരങ്ങൾ വെച്ച് ഈശോ 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 ഈശോ, അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ ഒറ്റ നങ്ങല. വൈകുന്നേരം ഇപ്പം സിസ്റ്റർ പറഞ്ഞു, അച്ഛോ നമുക്ക് ഒന്നുകൂടി ആശുപത്രി പോകണം. ഞാൻ സിസ്റ്റർ തിരക്കാണ്, ഒന്നുകൂടി പോകണം. അവിടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്ററാ. ഈശോ സിസ്റ്റർ നമുക്ക് ഒന്നുകൂടി പോകാം. ഞങ്ങൾ ചെന്നപ്പോൾ അയാൾ പയറുമണി പോലെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛൻ ചേട്ടനല്ലേ രാവിലെ എന്നുകൊണ്ട് അന്ത്യശ്വാസം വലിച്ചിരുന്ന. അപ്പോൾ ഈ ചേട്ടൻ പറയുകയാണ്, ചേട്ടൻ ശരിക്കും മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴാണ് ഞാൻ ഈ നെഞ്ചത്ത് വെച്ച് ഈശോ ഈശോ ഈശോ. അവിടെ ജോർജ് കളത്തിലച്ചൻ കഴിഞ്ഞിടക്കാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയാണ്, ഈശോയേ ഈശോയേ ഈശോയേ. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ആ പ്രാർത്ഥന അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഠക്കെന്ന് പറഞ്ഞ ശരീരം അനങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഞാൻ വൈകുന്നേരം ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല എന്താ പറ്റിയ? അപ്പം അദ്ദേഹം പറയണം, അദ്ദേഹം ഇങ്ങനെ കേട്ടു, ഈശോ 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 ഈശോ. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടു. അപ്പോസ്തല പ്രവർത്തനത്തില് വിശുദ്ധ പൗലോസിന്റെ മേല് അനന്യാസ് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം പറയുന്നുണ്ട്, ചെതമ്പല് പോലെ എന്തോന്ന് എന്നും പറഞ്ഞ് വിട്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. ഇതേപോലെ മെൽവിൻ്റെ കരങ്ങൾ കാലിൽ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മെൽവിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോന്ന് വിട്ടുമാറി. അവിടെ ആ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മെൽവിൻ്റെ കാലിൽ പതുക്കെ 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 ചൂട് വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ശരീരം ചൂട് പിടിച്ച് അവസാനം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ തന്നെ മെൽവിൻ കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിവ്യാൻ, ഇന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന വിവ്യാൻ പറഞ്ഞു, അച്ഛോ എൻ്റെ അനുജൻ കണ്ണു തുറന്നച്ചോ. ഒരു ഹല്ലേലൂയ പറഞ്ഞ ഈശോയ്ക്ക്. അഭിഷേകത്തോടെ പറഞ്ഞ്, രോഗം മാറാൻ വേണ്ടി പറഞ്ഞ്, ക്യാൻസർ മാറാൻ വേണ്ടി പറഞ്ഞ്, ബാധകൾ ഒഴിയാൻ വേണ്ടി പറഞ്ഞ്, കടങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, ബന്ധനം അഴിയാൻ വേണ്ടി പറഞ്ഞ്, കലഹങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പറഞ്ഞ്, കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, മക്കളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, തൊഴിൽ തടസ്സങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, മാനസിക രോഗങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, വിഷാദ രോഗങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, ആ സ്വത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മെൽവിനാണ്. ഞാൻ മരിയ കൺവെൻഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അച്ഛോ 16 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, മെൽവിൻ, ഞാൻ എൻ്റെ ഇടവക്കാരനാണ്, കൺവെൻഷൻ നടത്തുന്നത് വികാരി അച്ഛനാ.
ഞാൻ പറഞ്ഞു അവിടെ എൻ്റെ മെത്രാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക. കുർബാന കഴിയുമ്പോഴാണ് വചനപ്രഘോഷണം ആരംഭിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഈശോ സ്റ്റേജിലാണ്, ഗ്രൗണ്ടിലാണ്. അപ്പം ഞാൻ പള്ളിക്കകത്ത് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മെൽവിനെ ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രിയപ്പെട്ടവര്, ആ സമാപന ദിവസം ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം തരികയാണ്. ഇതാ 16 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് കുഞ്ഞിനെ ലഭിക്കുന്നു. ഞാൻ ഉടനെ പറഞ്ഞു, ഈശോ ഞാൻ പറയില്ല, മാതാവേ ഞാൻ പറയില്ല. കാരണം എന്താണെന്നറിയാം, ഞാൻ കയറുന്നതിന് മുമ്പാണ് 16 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് വന്നത് മെൽവിനും ഭാര്യ ഏറ്റവും മുമ്പിലിരിക്കുക. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ പറയില്ല. അവസാനം എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല. എൻ്റെ നാവിൽ നിന്ന് എടുത്ത് ചാടി 16 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആ ദമ്പതികള് കർത്താവ് ആശീർവദിക്കുന്നു. അവിടെ അടുത്തിരുന്ന ഒരു ചേട്ടത്തി മെൽവിന്റെ ഭാര്യയുടെ വയറ്റത്തിട്ട് ഒരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞ്, എടി അത് നിനക്കാണ്, കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. കൺവെൻഷൻ കഴിഞ്ഞ് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴ് അവര് പറഞ്ഞു, മെൽവിൻ പറഞ്ഞു, അച്ഛോ എൻ്റെ ഭാര്യ ഗർഭിണിയായി, അവരൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. എൻ്റെ പള്ളിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി മക്കള്. ഇതേപോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇത് പള്ളിക്കുന്നിലാണ് ഈ സംഭവം, ഇയാളുടെ തലയിൽ ഒരു സാത്താൻ ഇരിക്കുന്നു. എനിക്കൊരു മെസ്സേജ് കിട്ടിയാണ്, ഈ സാത്താൻ വന്നിരിക്കുന്നത് ഒന്ന് ഇയാളുടെ ആരോഗ്യം തകർക്കണം, ഇയാളുടെ സമ്പത്ത് തകർക്കണം, ഇയാളുടെ കുടുംബം തകർക്കണം. ഈ 3 മെസ്സേജ്. അപ്പം ഞാനോട്, ഇയാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന കാണാനൊക്കെ ഭംഗിയുള്ളൊരു മനുഷ്യൻ, ഞാൻ എങ്ങനെ ഇത് പറയുക? അപ്പം ഞാനിങ്ങനെ കുറേ നേരം നിയന്ത്രിച്ച് പിടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ പറഞ്ഞു, അച്ഛ പറഞ്ഞോ. ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം പറയാം. എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ ശുശ്രൂഷയുടെയും എൻ്റെ പഠനത്തിൻ്റെയൊക്കെ ആയിരിക്കാം, നിങ്ങളൊന്നും ഓർക്കരുത്. പക്ഷെ ഞാൻ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു പിശാചിനെ കാണുക. ഞാൻ കോഴിക്കോട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് പണി നടക്കാൻ ആരംഭിച്ചിട്ട് 8 വർഷമൊക്കെ കഴിഞ്ഞ്, അവിടെ അടിത്തറ കെട്ടിയിട്ടിട്ട്, എന്നാൽ കാശുണ്ട്, സ്വാധീനമുണ്ട്, പണിക്കാറുണ്ട്, എല്ലാം ഉണ്ട്, പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെന്നപ്പോഴും ഈ 4 ആ അൾത്താറ്, ആ വീടിൻ്റെ 4 അതിരുകളിൽ ഒരു പിശാചുക്കളെ ഞാൻ കണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തത്, അന്ന് ആ സമയത്ത് ഇങ്ങനെ ബെനഡിക്റ്റ് പുണ്യവാനോട് എനിക്ക് ഭയങ്കര ഭക്തിയാണ്. ബെനഡിക്റ്റ് പുണ്യവാൻ്റെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഇവിടെ ധ്യാനഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ മൊന്തേ കസീനോയിൽ ഞാൻ പോയിട്ടുണ്ട്, അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലമാണ്. ആ ആശ്രമം പണിയുന്ന സമയത്താണ് അവിടെ ഒരു കുഞ്ഞ് കല്ല് ഈ സന്യാസി പോയി എടുക്കാൻ ചെന്നപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എടുക്കാൻ പറ്റുന്നില്ല. 2-3 പേരെ വിളിച്ചു, ആ ചെറിയ കല്ലവാ, ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. 5-8 പേര് വന്ന് പൊക്കിയിട്ടും ഒരു കുഞ്ഞു കല്ല് പൊക്കുന്നില്ല. അങ്ങനെ ബെനഡിക്റ്റ് പുണ്യവാൻ കുരിശും പിടിച്ചു വന്നു. അവിടെ നോക്കുമ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ ഒരു സാത്താനിരിക്കുക. ബെനഡിക്റ്റ് പുണ്യവാന്റെ ചരിത്രം മഹാനായ ഗ്രിഗറി പാപ്പ ദ ഡയലോഗ് എന്ന പുസ്തകത്തിൽ എഴുതിയ സംഭവമാണ്. ദ ഡയലോഗ് എന്ന പുസ്തകം ഗ്രിഗറി പാപ്പ എഴുതിയതാ. മഹാനായ ഗ്രിഗറി പാപ്പ 590 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഗ്രിഗറി പാപ്പ ദ ഡയലോഗ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ ഒരു സാത്താനെ കണ്ടപ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് കുരിശു വരച്ച് ആ സാത്താനെ ബന്ധിച്ചു. പിന്നത് ഒരു ശിഷ്യൻ പോയിട്ട് ആ കല്ലെടുത്ത് വേഗം കൊണ്ടുവന്ന് ആശ്രമം പണിയാൻ തുടങ്ങി. ഞാനാ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിടാ, നിന്റെ വീടിൻ്റെ അതിരുകളിൽ 4 സാത്താന്മാരിയ്ക്കുന്നത് എനിക്ക് കാണുന്നുണ്ട്. വിശ്വാസമില്ലാത്ത ആളാണ്, ചിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസം. അച്ഛാ ഒന്ന് ബന്ധിക്കച്ചാ. ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് ദാനമായി നൽകിയ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ് I command power, the name of Jesus. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. In the name of Jesus. അത്ഭുതകരമായ പവർ അനോയിന്റിങ് നടക്കട്ടെ. കരങ്ങളടിച്ച മക്കളെ,
ഇന്ന് ആ ഇടവകയിലെ ഏറ്റവും മനോഹരമായ വീട് എൻ്റെ കൂട്ടുകാരൻ്റെതാണ്. അപ്പം ഞാൻ എൻ്റെ പള്ളിക്കുന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്ന ചേട്ടൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കുട്ടിപ്പിശാചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ആദ്യം പറയണോ വേണ്ടതെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞ്, ഇങ്ങനെ നിങ്ങളുടെ തലയിലൊരു സാത്താൻ ഇരിപ്പുണ്ട്. വന്നിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യം തകർക്കണം, നിങ്ങളുടെ സമ്പത്ത് തകർക്കണം, നിങ്ങളുടെ കുടുംബം തകർക്കണം. അച്ചോ എന്നും പറഞ്ഞ് ഇയാൾ ഒറ്റ വീഴ്ചയാണ്. ഇയാൾ പറഞ്ഞ് അത് ആരംഭിച്ചു കഴിഞ്ഞ എൻ്റെ വീട്ടിൽ സാത്താൻ കയറി അച്ഛാ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു കോളിലൂടെ എൻ്റെ കുടുംബത്തിൽ സാത്താൻ കയറി. എൻ്റെ വീട്ടിൽ എൻ്റെ കെട്ടുതാലി പോലും, എന്തിന് മനസ്സമ്മതത്തിനിട്ട മോതിരം പോലും ആ കള്ളം കൊണ്ടുപോയി അച്ഛാ. ആ പിശാച് കൊണ്ടുപോയി എൻ്റെ കുടുംബം തകർത്ത്. ഒരു തെറ്റായ ബന്ധമാണ് ആ ഒരു മിസ്ഡ് കോളിലൂടെ ആ വീട്ടിലേക്ക് കയറി വന്ന്. ഞാൻ കുടിക്കാൻ തുടങ്ങി അച്ഛാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ സമ്പത്ത് തകർന്നച്ഛ, എൻ്റെ ആരോഗ്യം തകർന്നച്ഛ, എൻ്റെ കുടുംബം തകർന്നച്ഛ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ സാത്താന് തൻ്റെ ജീവിതത്തിൽ ഇടം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പാപ്പമാര് പറയുന്നുണ്ട് അവളാണ് സ്വർഗത്തിന്റെ പ്രസാദ വരങ്ങള്, ഡെലിവറൻസിന്റെ, രോഗശാന്തിയുടെ കൃപകള്, വരങ്ങള് വിതരണം ചെയ്യാൻ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെയാണെന്ന് ലിയോ 13 പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ നേർച്ചപ്പെട്ടി ഭണ്ഡാരം പരിശുദ്ധ അമ്മയാണ്. ഈ വരദാനങ്ങള്, ഈ ദൈവകൃപകള് വിതരണം ചെയ്യാൻ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് വചനം വായിക്കുന്നുണ്ടല്ലോ, സർപ്പത്തോട് പറഞ്ഞു അവളുടെ സന്തതി നിന്റെ തല തകർക്കും. കാലത്തിന്റെ തികവില് പരിശുദ്ധ അമ്മയിലൂടെ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു കുരിശുമരം കൊണ്ട് സാത്താന്റെ തല തകർത്ത്. മക്കളെ, ഒരു ഹല്ലേലൂയ പറഞ്ഞ്, അഭിഷേകത്തോടെ പറഞ്ഞ്, കൃപകൾ കിട്ടാൻ വേണ്ടി പറഞ്ഞ്, അനോയിന്റിങ്ങിന് വേണ്ടി പറഞ്ഞ്, ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി പറഞ്ഞ്, രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, സാത്താൻ ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞ്, കടങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, സമ്പത്തിന്റെ മേലുള്ള സാത്താൻ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, മകന്റെ മേലുള്ള സാത്താൻ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്, കുടുംബത്തിന്റെ മേലുള്ള പിശാചുക്കൾ വിട്ടുമാറാൻ വേണ്ടി പറഞ്ഞ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ 3ാമത്തെ പ്രത്യേകത, അവള് പിതാവായ ദൈവത്തിന്റെ പുത്രി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, യേശുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള റാഡിക്കൽ പേഴ്സണൽ എൻകൗണ്ടർ. ദൈവവുമായിട്ടുള്ള ത്രിത്വൈക ദൈവവുമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഹൃദയ ബന്ധം. കുവാറെ റപ്പോർട്ടോ കോണിൽ സിഞ്ഞോറ്. ദൈവവുമായിട്ടുള്ള ഹൃദയ ബന്ധമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. വലതുകരം ഉയർത്തി ആവേ മരിയ പറഞ്ഞ്, സ്വരം ഉയർത്തി പറഞ്ഞ്, വീട് സമർപ്പിച്ച് പറഞ്ഞ്, കുടുംബത്തെ സമർപ്പിച്ച് പറഞ്ഞ്, തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പറഞ്ഞ്, മകളുടെ ജീവിതത്തെ സമർപ്പിച്ച് പറഞ്ഞ്, മകളുടെ കുടുംബത്തെ സമർപ്പിച്ച് പറഞ്ഞ്, നമ്മുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ച് പറഞ്ഞ്, നമ്മുടെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങൾ സമർപ്പിച്ച് പറഞ്ഞ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രിഗറി നസിയാൻസിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള സംഭവമാണ്. ഗ്രീസിലെ ചക്രവർത്തിയായിരുന്ന ജൂലിയൻ, അദ്ദേഹം ആഡംബരത്തിന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടി വിശ്വാസം ഉപേക്ഷിച്ച് തൻ്റെ ഭാവി രഹസ്യങ്ങൾ അറിയാൻ അയാൾ ആഗ്രഹിച്ചു. ഉടനെ ഗ്രീസിലെ വെളിച്ചപ്പാടിനെയും മന്ത്രവാദികളെയും വിളിച്ചുകൂട്ടി അവരുടെ ഭാവി പ്രവചനങ്ങൾ കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒന്നും നേടാൻ പറ്റിയില്ല. ഉടനെ പുറമേ നിന്നൊരു ദുർമന്ത്രവാദിയെ കൊണ്ടുവന്ന് ദുർമന്ത്രവാദി ഈ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുദ്രക്രിയ ചെയ്ത് സാത്താൻ സേവ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ലോകത്തുള്ള സമ്പത്തൊക്കെ നേടിത്തരാം. ഇത് സാത്താൻ്റെ ഒരു കുതന്ത്രമാണ്.
സാത്താൻ്റെ ഒരു കുതന്ത്രം. ഇവനെന്ത് ഇങ്ങനെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ കുറച്ച് സുഖമൊക്കെ അങ്ങോട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ ജൂലിയാൻ്റെ കഥ അതല്ല. അപ്പം ഞാൻ അത് പിശാച് ബഹിഷ്കരണത്തിൻ്റെ വേറൊരു മേഖലയാണ്. അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ജൂലിയൻ ചക്രവർത്തി ഈ ക്ഷുദ്ര പ്രയോഗക്കാരനുമായിട്ട് രാത്രിയിൽ അവർ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഉടനെ ആ മന്ത്രവാദി ദുഷ്ടാത്മാക്കളെ വിളിച്ചു വരുത്തുവാനുള്ള മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ആരംഭിച്ചു. ഉടനെ പെട്ടെന്ന് ഭീകരരൂപങ്ങൾ കാണാൻ ആരംഭിച്ചു. ഇദ്ദേഹം ഈ ജൂലിയൻ ഈ ദുർമന്ത്രവാദം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മഹാനായ വിശുദ്ധ ഗ്രിഗറി നസിയാൻസിൻ്റെ ഗ്രന്ഥത്തിലുള്ള ഒരു സംഭവമാണ് അച്ഛൻ പറയുന്നത്. ഭീകരരൂപങ്ങൾ കേൾക്കാനും അങ്ങനെ ഭയങ്കര ഭയപ്പെടുത്തുന്ന സ്വരങ്ങൾ, പൈശാചിക രൂപങ്ങൾ, ഇന്നും അത് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ. ഇപ്പം ഇവിടുത്തെ അച്ഛനോട് ചോദിച്ചാലും അറിയാൻ പറ്റും, എൻ്റെ അടുത്ത് വന്നാലും അറിയാൻ പറ്റും. ഇതേപോലെ ഒരുപാട് വ്യക്തികൾ പീഡകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ പീഡകൾ ഇങ്ങനെ പൈശാചിക രൂപങ്ങൾ, ഭയങ്കരമായ കലഹങ്ങൾ, അസ്വസ്ഥതകൾ വന്ന് നിറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ മന്ത്രവാദിയെ, ഈ സാത്താൻ സേവക്കാരനെ ജൂലിയൻ ചക്രവർത്തി വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ ഈ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ചക്രവർത്തി ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ടിട്ട് ചെയ്ത ഒറ്റ കാര്യം എന്താണെന്നറിയാം? തൻ്റെ അമ്മ പഠിപ്പിച്ച ആ കുരിശങ്ങോട്ട് വരച്ചു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പെട്ടെന്ന് ആ ഭീകര രൂപങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഈ ദുർമന്ത്രവാദി ചക്രവർത്തി എന്ത് പണിയാ കാണിച്ചത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാത്താന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ഈ സാത്താനെ ഭയപ്പെട്ടപ്പോൾ ഈ ചക്രവർത്തി തൻ്റെ കുഞ്ഞുനാളില് അല്ലേ, എൻ്റെ അമ്മയെ പോലൊരു അമ്മയായിരിക്കണം, പച്ച നിറത്തിലെ നക്ഷത്രപ്പൊട്ടുള്ള കൊച്ചുടുപ്പൊന്നു നീ തന്നിടണം, മെച്ചമല്ലെങ്കിലും മോടിയില്ലെങ്കിലും തയ്ച്ചൊടുക്കാമേ തായ്മരിയെ. ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ മക്കൾക്ക് അങ്ങനെ കൊടുത്താണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പണ്ടത്തെ അമ്മമാര് തലയുടെ മുകളിലൊരു കുരിശ്, വലതുവശത്തൊരു കുരിശ്, ഇടതുവശത്തൊരു കുരിശ്, കാലിൻ്റെ അവിടെ ഒരു കുരിശ്. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ ഞെട്ടാതിരിക്കാൻ, ദുസ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, കരച്ചിലുണ്ടാകാതിരിക്കാൻ, ഭയമുണ്ടാകാതിരിക്കാനായിട്ടുള്ള പണ്ടത്തെ അമ്മമാരുടെ കയ്യിലുള്ള ആയുധമാണ് പ്രിയപ്പെട്ട മക്കളെ അത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ആ ആയുധം എഫേസൂസ് 6:10-13 പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്ന് ഏറ്റു പറഞ്ഞേ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പൊ ഗാഗുൽത്തായിലെ ഈ ധ്യാന കേന്ദ്രം നമ്മളെല്ലാവരെയും വെള്ളിയാഴ്ച ദിവസം മരിയൻ ഫ്രൈഡേ എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിയത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമ്മൾ വീണു പോകുമ്പോൾ, നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ വിശുദ്ധ മോൺഫോർട്ട് പറഞ്ഞതുപോലെ അമ്മേ എന്നൊന്ന് വിളിച്ചാൽ മതി, ഞാൻ എൻ്റെ ചോര കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളിങ്ങനെ കടബാധ്യതകളിൽപ്പെട്ട് വീണു പോകുമ്പോൾ, കലഹങ്ങളിൽപ്പെട്ട് വീണു പോകുമ്പോൾ, നിങ്ങളിങ്ങനെ നിരാശപ്പെടുമ്പോൾ, നിങ്ങളുടെ മകൻ വഴിതെറ്റിപ്പോകുമ്പോൾ, മകൾ വഴിതെറ്റിപ്പോകുമ്പോൾ, വേറെ ആരുടെ അടുത്തേക്കും പോകേണ്ട, കർത്താവിൻ്റെ ശക്തിയിലും കൃപയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ, വിശുദ്ധ കുരിശിനെ എടുത്ത് ഉപയോഗിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇത് തപസ് കാലത്തിലൊരു വെള്ളിയാഴ്ചയായതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു ക്രിസ്ത്യാനിയുടെ ചെറുത്ത് നിൽപ്പിന്റെ ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ കുരിശ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഒറ്റ വിളി വിളിച്ച ഈശോയെ. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുക, കുരിശിൽ യേശു സാത്താനെ കീഴടക്കുകയും അവൻ്റെ പരാജയത്തെ വിളംബരം ചെയ്യുകയും ചെയ്തു. അതിനാൽ കുരിശ് വിശ്വാസികളുടെ അടയാളവും പിശാചുക്കള് ഞെട്ടിവിറക്കുന്ന ആയുധവുമാണ്.
ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്വരമുയർത്തി ഹല്ലേലൂയ. വിശുദ്ധ സിറിൽ എഴുതിയ, യേശുവിനെ കൊന്നാൽ തനിക്ക് വിജയം വരിക്കാമെന്ന് സാത്താൻ കരുതി. എന്നാൽ കുരിശ് മരണം വഴി എല്ലാ പാപികളെയും യേശു രക്ഷിക്കുമെന്ന് അവൻ അറിഞ്ഞില്ല, സാത്താൻ അറിഞ്ഞില്ല. സാത്താൻ കരുതി കർത്താവിനെ കുരിശ് തൂക്കിക്കൊന്നാൽ എല്ലാം അവസാനിച്ചുവെന്ന് സാത്താൻ കരുതി. വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുക, എന്നാൽ അവൻ അറിഞ്ഞില്ല കുരിശ് മരണം വഴി എല്ലാ പാപികളെയും യേശു രക്ഷിക്കുമെന്ന് സാത്താൻ അറിഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ് വലതുകര ഉയർത്തിപ്പിടിച്ച് ഹെബ്രയർ 2:15. അത് അല്ല, അഭിഷേകത്തോടെ, അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിഞ്ഞവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനൊന്നുകൂടി ഏറ്റുപറഞ്ഞ്, അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിഞ്ഞവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഗാഗുൽത്തായില് ഈ ഫ്രൈഡേ, മരിയൻ ഫ്രൈഡേ ആചരിക്കുമ്പോൾ ആ രക്ഷ നമുക്ക് പൂർണ്ണ സൗജന്യമാണ്. യോഹന്നാൻ 12:32 ഒന്ന് ഏറ്റുപറഞ്ഞ്, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. ഇതിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചങ്ക് കുരിശിൽ തൂങ്ങിക്കിടന്ന് ആ ചങ്ക് കുത്തി തുറന്ന് അവസാനത്തെ ഒരു തുള്ളി ബ്ലഡ് അങ്ങോട്ട് തെറിച്ചപ്പോൾ ആ ചങ്ക് കുത്തി തുറക്കാൻ നിന്ന ലൊഞ്ചീനസ് എന്ന കണ്ണുപൊട്ടൻ്റെ കണ്ണിലേക്ക് അത് വീണപ്പോൾ തന്നെ ആ നിമിഷത്തിൽ ആ കണ്ണുപൊട്ടന് സൗഖ്യം കിട്ടിയതാ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയാ, കുരിശിലെ ക്രിസ്തുവിൽ ജനിച്ച കുഞ്ഞാണ് സഭ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് സ്വന്തം പാലും രക്തവും കൊണ്ട് പരിപോഷിപ്പിച്ചതുപോലെ ക്രിസ്തു തൻ്റെ രക്തത്താലും തൻ്റെ ബ്ലഡിലാലും തൻ്റെ ജലത്താലും പരിപോഷിപ്പിക്കുക. ഇന്ന് ഗാഗുൽത്തയിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിയായ ഗാഗുൽത്തയിൽ ഇവിടെ ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിക്കണ സമയത്ത് 2 തരം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ക്രൂശിതനായ ക്രിസ്തുവിനോട് അടുപ്പം കാണിച്ചവര്. രണ്ടാമത്തത്, ക്രൂശിതനോട് അകലം പാലിച്ചവര്. 2 തരം ആൾക്കാരാണ് കാൽവരിയിൽ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ കാൽവരിയിലാണ്, നമ്മളിവിടെ വന്നിരിക്കുക. ഈശോ ഈ ഗാഗുൽത്തായിൽ വന്നിരിക്കുക. ആ ഗാഗുൽത്ത മുതൽ കാൽവരി വരെ ഈശോ ചിന്തിയ ആ തിരുരക്തം, ഒരു യുവവൈദികൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ആ ഒരു ചോരയ്ക്ക് അവിടെ പെടഞ്ഞ് വീണ ആ തുള്ളി വീണ ആ രക്തത്തില് ഒരു തുള്ളിക്ക് അവകാശപ്പെട്ട ആളാണ് ഇന്ന് ഈ ഗാഗുൽത്തായിൽ വന്നിരിക്കുന്ന നാം ഓരോരുത്തരും. മക്കളെ, ഒന്നാമത്തെ കൂട്ടര് യേശുവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരാ. വിധവകൾ, സ്ത്രീകൾ, കാൽവരി യാത്രയിൽ യേശുവിനോടൊപ്പം യാത്ര ചെയ്തവർ. അവിശ്വാസിയായിരുന്ന ശതാധിപൻ ക്രൂശിതനെയും കുരിശിനെയും കണ്ട് ഏറ്റുപറഞ്ഞു, വലിയ വിശ്വാസിയായി മാറി. രണ്ടാമത്തെ കൂട്ടർ ദുഃഖവെള്ളിയാഴ്ചത്തെ വലിയ ജനക്കൂട്ടമാണ്. അവർ കാൽവരിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ട് മാറത്തടിച്ച് മടങ്ങിപ്പോയി. യേശുവിനെ തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് നഷ്ടപ്പെട്ടു. യേശുവിനെ തിരിച്ചറിയാനുള്ള മുദ്രയാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും. ഈശോ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:6, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. ഈശോയെ ചൂണ്ടിക്കാണിച്ച് ആ കുരിശ് യോഹന്നാൻ നമ്മളോട് പറഞ്ഞതാ, ജലത്താലും രക്തത്താലും നമ്മളെ രക്ഷിക്കാൻ വന്നത് കർത്താവായ യേശു ക്രിസ്തുവാ. പ്രിയപ്പെട്ട മക്കളെ, ആ രക്തവും ആ ശരീരവും നമുക്കുണ്ടെങ്കിൽ
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടെങ്കിൽ ഒരനർത്ഥവും നമ്മുടെ കൂടെ വരികയില്ല. പറഞ്ഞേ ഹല്ലേലൂയ.